പൈസോ നമ്മളെ ചിതറയിലെ വാടകക്കാരുടെ വിഷയത്തെക്കുറിച്ച് പൈസന് എന്താണ് പറയാനുള്ളത്? ചിതറയിലെ വാടകക്കാരെ വിഷയം പറയാനാണെങ്കിൽ തീർത്തും ഇപ്പോൾ ഈ പറയപ്പെട്ട വാടകക്കാരുടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ തെറ്റ്. കാരണം നമ്മളും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഉടമസ്ഥന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ എന്ത് ചെയ്തത്, ഒരു വാടകക്കാരോട് മാറാൻ പറയുന്നു. അല്ലെങ്കിൽ അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പേടിയോ അങ്ങനെയുള്ള വിഷയങ്ങളോ എന്തെങ്കിലും കൊണ്ടായിരിക്കും ചിലപ്പോൾ മാറാൻ പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കേട്ടെടുത്തോളം 6 മാസത്തോളമായി വാടക കൊടുക്കുന്നില്ല. അങ്ങനെ വാടക കൊടുക്കാതിരുന്ന് ഇവർ ആദ്യമേ ചോദിക്കുകയും പിന്നീട് അത് കേസാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേസാക്കിയപ്പോൾ ഇവർ പോയിട്ട് സ്റ്റേ വാങ്ങുക ചെയ്ത്. ആ കേസിന് അവർ സ്റ്റേ വാങ്ങിയിട്ട് പിന്നീട് അവർ അതിന് നഷ്ടപരിഹാരം 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്തോ കൊടുത്തെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ഇവരെ മാറിക്കൊടുക്കത്തോളം നല്ല സ്റ്റേ വാങ്ങി. ഇവിടെ തന്നെ പിടിച്ചു കെട്ടണ കാലം. അതെ. അപ്പോൾ ഈ സ്റ്റേ വാങ്ങിയപ്പോൾ ഇവരെന്ത് ചെയ്തു, യഥാർത്ഥത്തിൽ ഈ സംഭവിച്ചതിപ്പം ഒന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ള പ്രവൃത്തിയാണെന്ന് പലരും പറയുന്നതായി കേട്ടു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അതിനകത്ത് അവർ ചെയ്യാനുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തത് അവരുടെ ഭാഗത്ത് ശരിയുണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം ഒന്നെങ്കിൽ അവർ വേറെ വീട് നോക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. ആ രീതിയിൽ പാവപ്പെട്ടവരാണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും കാണിക്കാറില്ലല്ലോ. ആരും പാവപ്പെട്ടവരെ ജനിക്കുന്നില്ല. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ ആയിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്, ഒരു കടമുറിയും ഇതുമായിട്ട്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് ഇവർ നടത്തിക്കൊണ്ടിരുന്നതാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കടകൾ നടത്തിക്കൊണ്ടിരുന്നതാണെങ്കിലും പിന്നെ പറയാമെങ്കിൽ അതിനകത്തും അവരെ തെറ്റുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അതിനകത്ത് അവർക്ക് വരുമാനം നിലനിൽക്കവെയാണ് അവരോട് എന്ത് ചെയ്തത്, മാറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വാടക മുടക്കിയതിനകത്തൊന്നും കാരണം വലിയ സംഭവമായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടെ ദൂരോട്ടൊക്കെ മാറിയായാലും പലയിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും വാടകയ്ക്ക് വീട് താമസിക്കുന്ന ആൾക്കാർ നിലവിൽ ഇഷ്ടം പോലെയുണ്ട്. അതും കൂടെ ഒക്കെ കണക്കൂട്ടുമ്പോൾ ഇവർക്ക് മാറി താമസിക്കാവുന്നേ ഉള്ളൂ. മറ്റുള്ള ബന്ധുക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരുടെ ഭാഗത്ത് എന്താണ് സംഗതി എന്ന് അറിയത്തില്ല. പക്ഷെ ഇവരിപ്പോ ഈ വൈകാരികമായി പ്രതികരിക്കുന്നത് മാത്രമേ നമ്മൾ 8 വർഷമായിട്ട് താമസിക്കില്ല. അപ്പൊ ഉടമസ്ഥന്റെ അവസ്ഥ 8 വർഷമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. നല്ല ആൾക്കാർ. അപ്പം ഈ പറയപ്പെട്ട ഈ വീട് ഇടിച്ച കുട്ടികളുടെ വാപ്പായാണ് എന്ത് ചെയ്തത്, ഇവർക്ക് വീട് കൊടുത്തേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് കൊടുത്തതെന്നോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. പുള്ളി മരണപ്പെട്ടു പോയോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ഇപ്പൊ ന്യൂസിലൊന്നും പറയുന്നില്ല. അപ്പം ന്യൂസുകാർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് വിഷയത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പാണ്. അവർക്ക് 2 ദിവസം കത്തിച്ചിരിക്കാനുള്ള വിഷയമാണ്. ഇതിന്റെ സത്യം